ആർട്ടിസ്റ്റ് ജയൻ വേങ്ങൂരിന്റെ കരവിരുതിൽ കുറുപ്പമ്പടി ഡേറ്റ് ലാബ് യു പി സ്കൂളിലെ ജലസംഭരണി ആമയുടെ ആകൃതിയിലായപ്പോൾ ആർട്ടിസ്റ്റ് ജയൻ വേങ്ങൂരിന്റെ കരസ്പർശത്തിലൂടെയാണ് കുറുപ്പമ്പടി ഡേറ്റ് ലാബ് യു പി സ്കൂളിലെ ജലസംഭരണി ആമയുടെ രൂപത്തിലേക്ക് മാറിയത്. ജലസംഭരണിക്ക് ആമയുടെ രൂപം നൽകിയത് കുട്ടികൾക്കും കൗതുകമായി. പണ്ട് ജയൻചേട്ടൻ പാറയെ ആനയാക്കി, ഇന്നിപ്പോൾ ഒരു ജലസംഭരണിയെ മനോഹരമായ ഒരു ആമയുടെ ആകൃതിയിലേക്കാക്കി. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ തോന്നണേ? ഇതങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കുറച്ച് വരയ്ക്കാനായിട്ട് വന്നതാണ് സ്കൂളിൽ. പാർക്കിൻ്റെയും അതുപോലെ തന്നെ വർണ്ണക്കൂടാരത്തിൻ്റെ കുറച്ച് ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള ഈ മഴവെള്ള സംഭരണി ഈ മുഷിഞ്ഞ് കിടക്കണമായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ബാക്കി വന്ന പെയിൻറ്റുകളൊക്കെ ഉപയോഗിച്ചാണ് ഈ വർക്കുകളൊക്കെ ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു ആശയം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്നപ്പോൾ അത് മാത്രം ഇങ്ങനെ മുഷിഞ്ഞ് കിടക്കുന്നതാണല്ലോ അങ്ങനെ വിചാരിച്ച് പിന്നെ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി, അങ്ങനെയാണ് ഈ സാധനം ചെയ്തത്. എത്ര ദിവസം എടുത്തു ഈ രൂപത്തിലാക്കാൻ? ഇത് ക്ലീനിങ് ഒരു ദിവസവും വരയ്ക്കണത് ഒരു അര ദിവസവും, അങ്ങനെ ഒരു 1.5 ദിവസത്തെ പണിയാണ്. പിന്നെ എന്ത് പെയിൻ്റാണ് ഉപയോഗിച്ചേക്കണേ? ഇതിപ്പോൾ ഈ എമർഷൻ ആണ് ഉപയോഗിച്ചാണ് ചെയ്തേക്കണത്. ഇതിങ്ങനെ ഈ ഒരു ആകൃതിയിലായി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ഒരു അഭിപ്രായമൊക്കെ എന്തായിരുന്നു? ഇത് വന്ന് കണ്ടവരെല്ലാവരും, അതുകൊണ്ട് സ്കൂൾ പിള്ളേരായാലും ടീച്ചർമാർക്കൊക്കെ ആയാലും ഒത്തിരി സന്തോഷം തോന്നി, ഒത്തിരി ഇഷ്ടമായി. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും എല്ലാം പ്രശംസ നേടിയ ഈ കലാസൃഷ്ടി ഏവർക്കും കൗതുകമാണ്. സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി ഒട്ടേറെ ചിത്രങ്ങൾ വരയ്ക്കുകയും പെയിന്റിംഗ് ചെയ്ത് മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നും വ്യത്യസ്തമായ സൃഷ്ടികൾ കൊണ്ട് ശ്രദ്ധേയനായ ഒരു അനുഗ്രഹീത കലാകാരൻ തന്നെയാണ് ജയൻ വേങ്ങൂർ. അദ്ദേഹത്തിൻ്റെ ആമയുടെ ആകൃതിയിൽ ഈ ഒരു ജലസംഭരണിയെ മാറ്റിയതും കുട്ടികളിലും എല്ലാവരിലും തന്നെ വളരെ കൗതുകമുണർത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇനിയും കൂടുതൽ ഇതുപോലുള്ള സൃഷ്ടികൾ ഈ വരയിലൂടെ കരവിരുതിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജയൻ ചേട്ടന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ ബിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.